നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. അമേരിക്കയിൽ നിന്ന് റാണയുമായുള്ള പ്രത്യേക വിമാനം ഉച്ചയോടെ ഡൽഹിയിൽ എത്തും. തുടർന്ന് ഡൽഹി പട്യാല ഹൌസ് NIA കോടതിയിൽ ഹാജരാക്കും. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 60ാം ദിവസവും നിരാഹാര സമരം 22ാം ദിവസത്തിലേക്കും കടന്നു. സമരം തീരാതിരിക്കാൻ കാരണം ആശമാർ തന്നെ എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സമരസമിതി. മറ്റന്നാൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസാഗരം സംഘടിപ്പിക്കും. കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ ഇന്ന് ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. കഴിഞ്ഞ ദിവസം കുഞ്ഞിന് ആരോഗ്യമന്ത്രി നിധി എന്ന് പേരിട്ടിരുന്നു. കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളാണ് 3 ആഴ്ച മാത്രം പ്രായമായ കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രി ICUവിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. തിരുവനന്തപുരം പേരൂർക്കട അമ്പലമുക്കിൽ അലങ്കാരച്ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരി നെടുമങ്ങാട് സ്വദേശി വിനീത കൊല്ലപ്പെട്ട കേസിൽ വിധി ഇന്ന്. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. തമിഴ്നാട് കന്യാകുമാരി തൊവാള സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ പ്രതി. 2022 ഫെബ്രുവരി 6-നാണ് രാജേന്ദ്രൻ വിനീതയെ കടയിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയത്. വിനീതയുടെ കഴുത്തിൽ കിടന്ന 4.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവരുന്നതിനായിരുന്നു കൊലപാതകം. ആലപ്പുഴയിൽ 2 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അറസ്റ്റിലായ ചെന്നൈ സ്വദേശി സുൽത്താനെ ഇന്ന് ആലപ്പുഴയിൽ എത്തിക്കും. കേസിൽ നേരത്തെ പിടിയിലായ സുൽത്താന്റെ ഭാര്യ തസ്ലിമയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് എക്സൈസ് തീരുമാനം. ഇന്നലെയാണ് സുൽത്താനെ ചെന്നൈയിലെ എന്നൂരിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ പകരം തീരുവ താൽക്കാലികമായി മരവിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 90 ദിവസത്തേക്ക് 10% തീരുവ മാത്രമേ ഈടാക്കൂ എന്ന് ട്രംപ് വ്യക്തമാക്കി. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് തീരുവ ഇളവ് പ്രഖ്യാപിച്ചത്. ചൈനയ്ക്ക് 125% അധിക നികുതി പ്രഖ്യാപിച്ച് ചൈനയുടെ 84% തീരുവയ്ക്ക് തിരിച്ചടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. മസ്കറ്റ് ബൗഷർ വിലായത്തിലെ ഗുബ്രയിൽ കമ്പനിയിൽ അമോണിയ വാതക ചോർച്ചയിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിച്ചെന്നും എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും അധികൃതർ വ്യക്തമാക്കി. കണ്ണൂർ ചിറക്കലിൽ വീടുകൾ കുത്തിത്തുറന്ന് പണവും വീട്ടുപകരണങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണാടിപ്പറമ്പ് സ്വദേശി റിഷാനാണ് അറസ്റ്റിലായത്. പ്രതിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഫോറൻസിക് വിഭാഗം പരിശോധിച്ചതോടെയാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. കൊല്ലം പരവൂരിൽ അച്ഛൻ മകനെ മദ്യലഹരിയിൽ വെട്ടി. 49-കാരനായ രാജേഷ് ആണ് 18 വയസ്സുള്ള ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഭിലാഷിന്റെ മുഖത്തും കഴുത്തിനും കൈക്കും വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ അഭിലാഷിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. രാജേഷ് സ്ഥിരമായി അക്രമകാരിയാണെന്ന് നാട്ടുകാർ. മലപ്പുറം പുഴക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് സിവിൽ പോലീസ് ഓഫീസർമാർ അക്രമം നടത്തിയെന്ന് CPIM എരമംഗലം ലോക്കൽ കമ്മിറ്റി. ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും സഹോദരന്മാരുടെയും വീട്ടിൽ കയറി പോലീസ് ആക്രമണം നടത്തിയെന്നും ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു. കാസർഗോഡ് ഫാഷൻ ഗോൾഡ് സാമ്പത്തിക തട്ടിപ്പു കേസിൽ ED അറസ്റ്റ് ചെയ്ത മുൻ MLAയും മുസ്ലിം ലീഗ് നേതാവുമായ MC ഖമറുദ്ദീൻ, ഫാഷൻ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ TK പൂക്കോയ തങ്ങൾ എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. കോഴിക്കോട് പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ദിവസത്തെ ED കസ്റ്റഡിയിൽ വിട്ടു. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കാസർഗോഡ് നിന്നാണ് 2 പേരെയും ED അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ കൂത്തുപറമ്പിൽ രാസലഹരിയുമായി 2 പേർ പിടിയിൽ. വാരം സ്വദേശി മുഹമ്മദ് ആഷിഖ്, മുഴുപ്പിലങ്ങാട് സ്വദേശി മുഹമ്മദ് ഫാഹിം എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ മയക്കുമരുന്നുമായി സഞ്ചരിച്ച കാറിൽ ഇവരിൽ നിന്നും 16.8 ഗ്രാം മെത്താംഫെറ്റമിനും എക്സൈസ് പിടിച്ചെടുത്തു.
തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയ പിടിയിൽ. കാവിൽക്കടവ് സ്വദേശി നൂറുദ്ദീനാണ് പിടിയിലായത്. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള റെയ്ഡിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും ഹാൻസ് വിൽക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിൽ 3 കിലോ ഹാൻസും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. തൃശൂർ കാട്ടൂരിൽ മദ്യപിച്ച് പണം ചോദിച്ച വിരോധത്തിൽ ബാറിലെ സെയിൽസ്മാനെ സോഡാ കുപ്പികൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. എടത്തിരുത്തി വെസ്റ്റ് സ്വദേശി മോഹൻലാലിനെയാണ് പണം ചോദിച്ചതിന്റെ പേരിൽ പ്രതി ആക്രമിച്ചത്. സംഭവത്തിൽ മോഹൻലാലിന്റെ പരാതിയിൽ മുനയം സ്വദേശി പ്രണവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പലിശ ലഭിക്കുമെന്ന് കബളിപ്പിച്ച് 4 പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ സ്ഥാപനത്തിന്റെ മാനേജർ അറസ്റ്റിൽ. മുട്ടിത്തടി സ്വദേശിനി ജീവലതയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ പുതുക്കാട് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിലെ പ്രതി റിമാൻഡിൽ. ക്രൊയേഷ്യയിൽ സൈറ്റ് സൂപ്പർവൈസറായി ജോലി വാഗ്ദാനം ചെയ്ത് തൊട്ടിപ്പാൽ സ്വദേശിയിൽ നിന്നും 3,62,000 രൂപ പ്രതി തട്ടിയെടുക്കുകയായിരുന്നു. പണം കൈപ്പറ്റിയതിൽ പിന്നെ ഇയാളുടെ വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ കൊരട്ടി ചിറങ്ങര സ്വദേശി വൈശാഖ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈശാഖിനെ കാസർഗോഡ് നീലേശ്വരം സ്റ്റേഷനിൽ സമാനമായ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബീഹാറിൽ മിന്നലേറ്റ് 4 ജില്ലകളിലായി 13 പേർ മരിച്ചു. വടക്കൻ ബീഹാറിലെ ബഗുസാരായ്, ദർഭാൻഗ, മധുബാനി, സമസ്തിപൂർ ജില്ലകളിലാണ് മിന്നലേറ്റ് അപകടമുണ്ടായത്. ബഗുസാരയിൽ 5 പേരും, ധൻബാർഗയിൽ 4 പേരും, മധുബാനിയിൽ 3 പേരും, മസ്തിപൂരിൽ ഒരാളുമാണ് മരിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് മുസ്ലിം ലീഗ് തയ്യാറാക്കുന്ന ഭവന പദ്ധതിക്ക് തറക്കല്ലിട്ടു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുട്ടിൽ ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു. 105 കുടുംബങ്ങൾക്ക് 11 ഏക്കറിലായാണ് വീട് ഒരുങ്ങുന്നത്. മലപ്പുറം തിരുവാലിയിൽ കാറും ബൈക്കുകളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാക്കൾക്ക് പരിക്ക്. മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന 2 ബൈക്കുകളുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. എറണാകുളം മട്ടാഞ്ചേരിയിൽ കടുത്ത വേനലിൽ ആശ്വാസമായി മൈത്രി സോഷ്യൽ ഗ്രൂപ്പ്. മൈത്രി സോഷ്യൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുൻ വർഷങ്ങളിൽ നൽകിയതുപോലെ 15,000-ഓളം ആളുകളുടെ ദാഹമകറ്റിയ ജനകീയ തണ്ണീർ പന്തലിന്റെ ഉദ്ഘാടനം പ്രമുഖ നടൻ ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മൈത്രി സോഷ്യൽ ഗ്രൂപ്പ് ചെയർമാൻ ദീപക് പൂജാറയും മറ്റംഗങ്ങളും പങ്കെടുത്തു. തൃശൂർ വെങ്കിടങ്ങിൽ വിഷു ഈസ്റ്റർ പടക്കം ചന്തയ്ക്ക് തുടക്കമായി. ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ചന്ത ആരംഭിച്ചത്. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. കരിമരുന്ന് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. DYFI തൃശൂർ ജില്ലാ കമ്മിറ്റി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം DYFI സംസ്ഥാന പ്രസിഡന്റ് B. വസീഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാത്രം 57,000 യൂണിറ്റ് രക്തദാനം DYFI നടത്തിയതായി ജില്ലാ ഭാരവാഹികൾ വ്യക്തമാക്കി. തൃശൂർ കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. പല ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ക്രമം തെറ്റി പോകുന്നതും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. ഡ്യൂട്ടിയിലുള്ള പോലീസ് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ നടപടികളൊന്നും ചെയ്യുന്നില്ലെന്ന് പരാതി. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ. തൃശൂർ മണ്ണുത്തിയിൽ ജബൽപൂർ വിഷയത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി റവറന്റ് ഫാദർ ഡേവിസ് ചിറമേൽ പ്രതിഷേധ ജ്വാല റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ജബൽപൂർ വിഷയത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മലപ്പുറം വളാഞ്ചേരി മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. ഇടത് സർക്കാരിനും വഖഫ് നിയമ ഭേദഗതിയിലൂടെ വർഗീയ വിഭജനം ലക്ഷ്യമാക്കുന്ന മോദി സർക്കാരിനുമെതിരെയാണ്
പ്രതിഷേധിച്ചാണ് സമരം. UDF ചെയർമാൻ PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചാലക്കുടി പ്രശസ്ത ഫോട്ടോഗ്രാഫർ സജീവ് വസതിനിയുടെ ഫോട്ടോ പ്രദർശനം ചോല ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. കേരളത്തിനകത്തും പുറത്തുനിന്നുള്ള 32ഓളം ഫോട്ടോകളാണ് കാഴ്ച 25 എന്ന പേരിൽ ഒരുക്കിയിട്ടുള്ളത്. യാത്രകളിൽ പകർത്തിയ പ്രകൃതി ദൃശ്യങ്ങൾ, പട്ടണങ്ങൾ, വൈൽഡ് ലൈഫ്, ലാൻഡ്സ്കേപ്പ് തുടങ്ങിയ വിവിധ ഇനങ്ങളിൽപ്പെട്ട ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം 12-ന് സമാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ ഓൺലൈൻ ടാക്സി തൊഴിലാളികളും ഉടമകളും രംഗത്ത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാറിനടക്കം പരാതി നൽകി. സമാധാനപരമായി തൊഴിലെടുക്കാൻ അവസരമൊരുക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. തൃശൂർ പുത്തൻപീടിക KRCM ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ഉപകരണങ്ങൾ കൈമാറി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടക്കാഞ്ചേരിയിൽ പീച്ചി വാഴാനി കോറിഡോർ നിർമ്മാണങ്ങൾ നാട്ടുകാർ നിർത്തിവെപ്പിച്ചു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ജലവിതരണ പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. വാർഡംഗം PR രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം നിർത്തിവെപ്പിച്ചത്. കണ്ണൂരിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. മാവിലായി സ്വദേശി VN സുനിൽകുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ എളയാവൂർ സ്വദേശി PB പ്രിയയാണ് പ്രതി ആക്രമിച്ചത്. ഭാര്യ ഇയാളുമായി അകന്നു കഴിയുകയായിരുന്നു. ഓട്ടോറിക്ഷ കൊണ്ടിടിച്ചു വീഴ്ത്തി പ്രതിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്നും രക്ഷപ്പെട്ടു ഓടിയ പ്രിയ ടൗൺ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കാഴ്ച വിസ്മയമൊരുക്കി മെഗാ തിരുവാതിരക്കളി. മലപ്പുറം വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ എണ്ണത്തിൽ 173% വർധനവ്. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്ഷ്യൽ അംഗങ്ങളായ വിദേശ കമ്പനികളിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യ. ചൊവ്വാഴ്ച മുംബൈയിൽ നടന്ന ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറത്തിലാണ് സുപ്രധാന വെളിപ്പെടുത്തൽ. ദുബായിയുടെ മികച്ച വ്യാപാര പങ്കാളികളൊന്നാണ് ഇന്ത്യയെന്ന് ദുബായ് ചേംബേഴ്സ് വൈസ് ചെയർമാൻ അഹമ്മദ് ബിൻ ബയാത്ത്. ആലപ്പുഴ മാവേലിക്കര IHRDയുടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ അക്കൗണ്ടിംഗ് ഇന്റേൺഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൊമേഴ്സ് വിഷയങ്ങളിൽ UG കോഴ്സ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കും. ആലപ്പുഴ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 31 ദിവസത്തെ സൗജന്യ തയ്യൽ പരിശീലന പരിപാടി ആരംഭിക്കുന്നു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവതി-യുവാക്കൾക്ക് അപേക്ഷിക്കാം. നാളെ രാവിലെ 10:30-ന് പരിശീലന കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാകും. തിരുവനന്തപുരം നെടുമങ്ങാടിൽ MLA ഫണ്ട് വിനിയോഗിച്ച് പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ അധ്യക്ഷത വഹിച്ചു. ഇടുക്കിയിലെ കുടിയേറ്റ സ്മാരകം ഉടൻ തന്നെ വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ. ആർച്ച് ഡാമിന് സമീപമുള്ള ഇടുക്കി പാർക്കിലാണ് മ്യൂസിയം വികസിപ്പിക്കുന്നത്. കുടിയേറ്റത്തിന്റെ ചരിത്രം ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ പ്രദർശിപ്പിക്കുന്ന മ്യൂസിയം ടൂറിസം വകുപ്പ് പൂർത്തിയാക്കുന്നത് 3 കോടി രൂപയ്ക്ക്. 5 ഏക്കർ സ്ഥലത്തായാണ് മ്യൂസിയം വ്യാപിച്ചു കിടക്കുന്നത്. മ്യൂസിയത്തിനുള്ളിൽ 7 വ്യത്യസ്ത പ്രദർശനങ്ങളിലായി ശില്പങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വാഴ ചിത്രത്തിന്റെ 2ാം ഭാഗമായ വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്ലോക്സിന്റെ ചിത്രീകരണം ആരംഭിച്ചു. നവാഗതനായ സഹിൻസ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും വിപിൻ ദാസാണ് നിർവഹിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ഹാഷിറും ടീമുമാണ് ചിത്രത്തിലെ നായകൻ. ചിത്ര ആർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. N സതീഷ് സ്മാരക വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയും CK രാമകൃഷ്ണൻ സ്മാരക റണ്ണേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുമുള്ള 4ാമത് റെഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മണലൂർ MLA മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ ഗായത്രി പുഴയിലെ ഒഴുക്കിൽപ്പെട്ട 71-കാരിയെ രക്ഷിച്ച യുവാക്കൾ. പാലക്കാട് കണ്ണമ്പാറ സ്വദേശി മണിയെയാണ് ജിതിനും കൂട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. തൃശൂർ ചേർപ്പിൽ കേൾവിക്കുറവുള്ളയാളെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 യുവാക്കൾ റിമാൻഡിൽ. കണ്ടേശ്വരം സ്വദേശി 73-കാരൻ മണിയെയാണ് ക്രൂരമായി മർദ്ദിക്കുകയും ചൂളക്കട്ട കൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ കീഴുത്താണി സ്വദേശികളായ വിഷ്ണുപ്രസാദ്, ബാസിയോ, സീജൻ, ആദർശ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോൾ അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി സമയങ്ങളിൽ ബൈക്കിന് മുകളിൽ നിന്നും ഹാൻഡിലിൽ ഇരുന്നുമൊക്കെ യുവാവ് സാഹസിക പ്രകടനങ്ങൾ നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ഗതാഗത നിയമപ്രകാരം ഇത്തരം നിയമലംഘനങ്ങൾ ശിക്ഷാർഹമാണെന്ന് അധികൃതർ അറിയിച്ചു. തക്കാളി വില ഇടിഞ്ഞതോടെ കർണാടകയിൽ വിളവെടുപ്പ് നിർത്തി കർഷകർ. മൊത്ത വിപണന കേന്ദ്രമായ കോലാർ MPMC മാർക്കറ്റിൽ തക്കാളിക്ക് ലഭിക്കുന്നത് കിലോയ്ക്ക് 2 മുതൽ 13 രൂപ വരെ മാത്രം. 15 കിലോ തക്കാളിയുടെ ബോക്സിന് 30 രൂപ വരെ ഇടിഞ്ഞു. വിളവെടുക്കുന്നവർക്ക് കൂലി നൽകാൻ പോലും വില ലഭിക്കുന്നില്ലെന്ന് കർഷകർ വ്യക്തമാക്കി. സ്മാർട്ടായി സർക്കാർ ആശുപത്രിയിലെ സേവനങ്ങൾ. വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സംസ്ഥാനത്തെ ആശുപത്രികളിൽ സജ്ജമാക്കി സർക്കാർ. ആദ്യഘട്ടത്തിൽ 313 ആശുപത്രികളിൽ ഡിജിറ്റലായി പണം അടയ്ക്കാൻ കഴിയും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇൻഫോർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഒമാൻ ദേശീയ ടീമുമായി പരിശീലന മത്സരത്തിനുള്ള കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ടീം ക്യാപ്റ്റനാവുക രഞ്ജി ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസ്റുദ്ദീൻ. ഏപ്രിൽ 20 മുതൽ 26 വരെ 5 ഏകദിന മത്സരങ്ങളാണ് ഉണ്ടാകുക. മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ക്യാമ്പ് ഏപ്രിൽ 15 മുതൽ 18 വരെ തിരുവനന്തപുരത്ത്. യൂണിറ്റ് സ്കോർപിയോ പിക്കപ്പുകൾ സൈന്യത്തിലേക്ക് നൽകാൻ മഹീന്ദ്ര. ഇതുമായി ബന്ധപ്പെട്ട് 2700 കോടി രൂപയുടെ കരാർ ഇന്ത്യൻ സൈന്യവും മഹീന്ദ്രയും തമ്മിൽ ഉറപ്പിച്ചു. സൈന്യത്തിന്റെ ആവശ്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത് സുരക്ഷയിലും പ്രകടനത്തിലും മുൻപന്തിയിലുള്ള വാഹനങ്ങൾ. സ്കോർപിയോ N പിക്കപ്പ് ട്രക്കുകൾ അത്തരം ആവശ്യങ്ങൾക്ക് ഏറെ ഉചിതമാണ്. ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ദുബായ് കിരീടാവകാശിക്ക് ദുബായ് 11 എന്ന് ബ്രാൻഡ് ചെയ്ത ടീം ഇന്ത്യ ജേഴ്സി സമ്മാനിച്ച് രോഹിത് ശർമ്മ. മലപ്പുറം വളാഞ്ചേരിയിൽ ഹരിത കർമ്മസേനയ്ക്ക് നഗരസഭ വിഷു കൈനീട്ടമായി ബോണസ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വിതരണോദ്ഘാടനം ചെയ്തു. 45 ഹരിത കർമ്മസേനാംഗങ്ങൾക്കാണ് ബോണസായി 1000 രൂപ വീതം വിതരണം ചെയ്തത്. ഏപ്രിൽ 11 തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ 4 മണിക്കൂറിലധികം നിർത്തിവെക്കുമെന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവള ലിമിറ്റഡ് DL. വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെയായിരിക്കും വിമാന സർവീസുകൾ നിർത്തിവെക്കുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടാണ് നടപടി. വിമാനങ്ങളുടെ പുതുക്കിയ സമയം അതത് വിമാന കമ്പനികളിൽ ലഭ്യമാണ്. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. സീസണിൽ ഇരു ടീമുകളും ജയത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. ഒരു മത്സരത്തിൽ മാത്രമാണ് ബംഗളൂരു തോൽവി അറിഞ്ഞത്. ബംഗളൂരു M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന് തോൽവി. ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിന് 58 റൺസിന് തോൽപ്പിച്ചു. ജയത്തോടെ ഗുജറാത്ത് പട്ടികയിൽ ഒന്നാമതായി. 5 മത്സരങ്ങളിൽ നിന്ന് 4 ജയവും 1 തോൽവിയും അടക്കം 8 പോയിന്റാണ് ഗുജറാത്തിന്. 53 പന്തിൽ 82 റൺസുമായി തിളങ്ങിയ ഓപ്പണർ സായി സുദർശനാണ് ഗുജറാത്തിന് മികച്ച സ്കോർ ഒരുക്കിയത്.